കെ.ആർ. സാജുവിലേക്ക് വീണ്ടും. സാജു, ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ഇനിയും പലരുടെയും മുഖം വെളിവാകാനുണ്ട് എന്നാണ്. അതായത് CPM പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതിങ്ങനെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയോ അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയോ തുടരുമെന്ന്? വിവാദങ്ങൾ കൂടുതൽ പുറത്തുവരും എന്ന കണക്കുകൂട്ടലിൽ നിന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ കൂടുതൽ പുറത്തുവരും എന്ന ഒരു പ്രതീക്ഷയിൽ നിന്നുകൊണ്ടായിരിക്കും MV ഗോവിന്ദൻ പ്രതികരിച്ചത്. നമ്മൾ ആദ്യം തന്നെ MV ഗോവിന്ദന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദമുണ്ടായ ദിവസം അദ്ദേഹത്തിന്റെ പ്രതികരണം MLA സ്ഥാനത്ത് നിന്ന് രാജി വെക്കണമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്ന നിലപാടാണ് എടുത്തത്. അന്ന് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാജി ആവശ്യം പോലും CPMന്റെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചിരുന്നില്ല. അക്കാര്യം കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന ഒരു പാസീവ് കമന്റ് നടത്തുക മാത്രമായിരുന്നു ചെയ്തത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടുതൽ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് രാജി ആവശ്യം എന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ ബാധിച്ചിരിക്കുന്ന ജീർണത എന്ന രീതിയിലുള്ള പ്രചാരണം നടത്താനാണ് CPM നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടിയാണ് MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്തുടനീളം ആത്മാഭിമാന സദസ്സുകൾ സംഘടിപ്പിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളിൽ മറ്റ് തരത്തിലുള്ള ക്യാമ്പയിനുകൾ CPM നടത്തുന്നുണ്ട്. ഇന്ന് തന്നെ പാലക്കാട്ട് നടന്ന ശാസ്ത്രമേളയുടെ സംഘാടക സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. അതിൽ പങ്കെടുക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശിവൻകുട്ടി കത്തയക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതൊക്കെ ആയ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തന്നെ ആ ശാസ്ത്രമേളയുടെ വേദി തന്നെ അവിടുന്ന് മാറ്റിക്കൊണ്ട് ഷൊർണൂരിലേക്കും മറ്റും മാറ്റുന്ന അടക്കമുള്ള സമീപനങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിവാക്കുക എന്ന സമീപനം, അങ്ങനെ രാഷ്ട്രീയമായ പ്രചരണങ്ങൾ വിവിധ തലത്തിൽ നടത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു ജീർണത ബാധിച്ച പാർട്ടിയാണ്, ഇത്തരം പുഴുക്കുത്തുകളാണ് ആ പാർട്ടിയിലുള്ളത് എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം നടത്താനാണ് CPM ഉദ്ദേശിക്കുന്നത്. രാജി എന്ന ആവശ്യം യഥാർത്ഥത്തിൽ ശക്തമായി ഉന്നയിക്കുന്നിടത്തേക്ക് CPM നേതൃത്വം എത്തിച്ചേർന്നില്ല ഒരു ഘട്ടത്തിലും. അതെല്ലാം ഉന്നയിച്ചു കൊണ്ടിരുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് ആയിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വസ്തുത. CPM ഇപ്പോൾ കിട്ടിയ ആയുധങ്ങളെ ഉപയോഗിക്കുന്നു. MLA സ്ഥാനം രാജിവെക്കണ്ട എന്ന കോൺഗ്രസ് തീരുമാനത്തെയും തങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് MV ഗോവിന്ദൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അജിം.